ലോകസഭാ അംഗമാണ്. അതുകൊണ്ട് എനിക്കത് വളരെ വിശേഷപ്പെട്ടതാണ്. एनडीए सहृदगणे, मैं इस पावन भूमि को नमन करता हूं। यहां के महान संत और समाज सुधारक पूज्य श्री नारायण गुरु, पूज्य चेतम्बी स्वामीकल, पूज्य मन्नत पद्मनाभन, पूज्य महात्मा अयनकाली और संत कुरियाकोस एलियास चावरा, मैं इन महान विभूतियों को भी प्रणाम करता हूं। സുഹൃത്തുക്കളെ, ഈ പാവന ഭൂമിയെ ഞാൻ നമസ്കരിക്കുന്നു. ഇവിടുത്തെ മഹാന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കളായ പൂജ്യ ശ്രീനാരായണ ഗുരുദേവനെ, പൂജ്യ ചട്ടമ്പി സ്വാമികളെ, പൂജ്യ മന്നത്ത് പത്മനാഭനെ, പൂജ്യ മഹാത്മാ അയ്യങ്കാളിയെ, അതോടൊപ്പം സെയിന്റ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നീ മഹാ തേജസ്വികളെ ഞാൻ പ്രണാമം ചെയ്യുന്നു. एनडीए सहृदगणे, दशकों से केरलम स्वार्थी राजनीति के दो मुखौटों के बीच फंसा हुआ है। एक और एलडीएफ तो दूसरी ओर यूडीएफ, एक और कम्युनिस्ट तो दूसरी ओर कांग्रेस, एक भ्रष्ट तो दूसरा महाभ्रष्ट, एक सांप्रदायिक तो दूसरा महासांप्रदायिक। एलडीएफ यूडीएफ की सारी नीतियां केवल वोट बैंक पॉलिटिक्स के लिए ही होती है। इन्हें केरलम के विकास की कोई परवाह नहीं है। अब मैं आपको भरोसा देता हूं कि यहां बनने वाली बीजेपी एनडीए सरकार केरलम का तेज विकास करेगी, विकसित केरलम बनाएगी और ये मोदी की गारंटी है। What remain unchanged will change. Now Kerala will be developed. मारा तत्तो इन्हें मारूं, इन्हीं केरलम वलरम। സുഹൃത്തുക്കളെ, പതിറ്റാണ്ടുകളായി കേരളം മുഖം മൂടി അണിഞ്ഞ സ്വാർത്ഥരായ രണ്ട് വിഭാഗം രാഷ്ട്രീയക്കാരുടെ വഞ്ചനയിൽപ്പെട്ട് കിടക്കുകയാണ്. ഒരു ഭാഗത്ത് എൽഡിഎഫ്, മറുഭാഗത്ത് യുഡിഎഫ്. ഒന്ന് കമ്മ്യൂണിസ്റ്റ്, മറ്റൊന്ന് കോൺഗ്രസ്. ഒന്ന് അഴിമതിക്കാർ, മറ്റേത് മഹാ അഴിമതിക്കാർ. ഒന്ന് വർഗീയവാദികൾ, മറ്റവർ ഭയങ്കര വർഗീയവാദികൾ. എൽഡിഎഫിന്റെയും യുഡിഎഫിന്റെയും എല്ലാ നയങ്ങളും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണ്. ഇവർക്ക് കേരളത്തിന്റെ വികസനത്തെപ്പറ്റി ഒരു ചിന്തയുമില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ഇവിടെ ഉണ്ടാവാൻ പോകുന്ന ബിജെപി എൻഡിഎ സർക്കാർ കേരളത്തിന്റെ ദ്രുതഗതിയിലുള്ള വികസനം സാധ്യമാക്കും. വികസിത കേരളം സൃഷ്ടിക്കും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. എന്താണോ മാറാതിരുന്നത് അതിനി മാറും. കേരളം വികസിക്കും. മാറാത്തതിനി മാറും. കേരളം ഇനി വളരും. एनडीए सहृदगणे, एलडीएफ और यूडीएफ ने दशकों तक मील बांटकर केरलम को लूटा। इनके बीच एक प्रैक्टिकल समझौता रहा है। कुछ साल
एलडीएफ वाले सरकार चलाएंगे, अपनी जेबें भरेंगे, उसके बाद यूडीएफ वाले आकर लूटेंगे। इनके इस गठजोड़ में हमारा केरलम उलझकर रह गया है। एंडे सुहृदगळे, इन दिनों कम्युनिस्ट और कांग्रेस ने मिलकर एक नया प्रोपेगेंडा शुरू किया है। कम्युनिस्ट कहते हैं कि कांग्रेस बीजेपी की बी टीम है और कांग्रेस वाले कहते हैं कम्युनिस्ट बीजेपी की बी टीम है। यानी एलडीएफ और यूडीएफ, इन लोगों ने भी मान लिया है इस बार केरलम चुनाव में एक टीम अगर कोई है, एक टीम अगर कोई है तो वो सिर्फ और सिर्फ बीजेपी ही है। സുഹൃത്തുക്കളെ, പതിറ്റാണ്ടുകളായി എൽഡിഎഫും യുഡിഎഫും ഒത്തുചേർന്ന് കേരളത്തെ കൊള്ളയടിച്ചു. ഇവർക്കിടയിൽ വളരെ പ്രായോഗികവും തന്ത്രപ്രധാനവുമായ ഒരു സഖ്യമുണ്ടായിരുന്നു. കുറച്ചു കാലം എൽഡിഎഫ് സർക്കാർ നടത്തും, അവരുടെ കീശ വീർപ്പിക്കും. അതുകഴിഞ്ഞ് യുഡിഎഫ് വരും, എന്നിട്ട് കൊള്ളയടിക്കും. ഈ വിചിത്ര സഖ്യത്തിൽ നമ്മളുടെ കേരളം കുടുങ്ങിക്കിടന്നു. സുഹൃത്തുക്കളെ, ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി ഒരു പുതിയ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു കോൺഗ്രസ് ബിജെപിയുടെ ബി ടീമാണെന്ന്. കോൺഗ്രസുകാർ പറയുന്നു കമ്മ്യൂണിസ്റ്റുകാർ ബിജെപിയുടെ ബി ടീമാണെന്ന്. എന്ന് വെച്ചാൽ രണ്ടുപേരും ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ എ ടീമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ബിജെപിയാണ്, ബിജെപി മാത്രമാണ്. एंडे सुहृदगळे, केरलम में एलडीएफ, यूडीएफ दोनों ही बीजेपी पर निशाना साध रहे हैं। इसका मतलब ये कि ये दोनों भ्रष्टाचारी पार्टियां अगर किसी से डरी हुई है तो वो है बीजेपी। इन्हें बीजेपी का डर इसलिए है क्योंकि इनको लगता है अगर बीजेपी यहां सरकार में आ गई तो इनके सारे काले कारनामों का सच सामने आ जाएगा। दशकों से एलडीएफ, यूडीएफ ने यहां बड़े बड़े घोटाले किए हैं, लेकिन इन दलों की सरकारें कभी भी एक दूसरे पर कार्रवाई नहीं करती। ये आपके सामने सिर्फ झूठे बयान देती है। बीजेपी सरकार आई तो एलडीएफ, यूडीएफ के हर घोटालों की जांच कराएगी, केरलम की जनता को न्याय दिलाएगी। इसलिए ये दोनों गठबंधन केरलम में बीजेपी सरकार बनने के डर से, ये जन सैलाब के समर्थन से इनकी नींद हराम हो गई है, ये डर रहे हैं। സുഹൃത്തുക്കളെ, കേരളത്തിൽ എൽഡിഎഫും യുഡിഎഫും ബിജെപിക്ക് നേരെ ഉന്നം വയ്ക്കുകയാണ്. ഇതിന്റെ അർത്ഥം ഈ രണ്ട് അഴിമതിക്കാരും ആരെയെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ അത് ബിജെപിയെ മാത്രമാണ്. ഇവർ ബിജെപിയെ ഭയക്കുന്നതിന്റെ കാരണം ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. കേരളത്തിൽ ബിജെപി സർക്കാർ ഉണ്ടാക്കുന്ന പക്ഷം ഇവരുടെ എല്ലാ കള്ളത്തരങ്ങളും പുറത്തു കൊണ്ടുവരും. പതിറ്റാണ്ടുകളായി എൽഡിഎഫും യുഡിഎഫും
വലിയ വലിയ കുംഭകോണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും ഇവർ പരസ്പരം നിയമ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇവർ നിങ്ങളുടെ മുമ്പിൽ കള്ള പ്രസ്താവനകളും ഭീഷണികളുമൊക്കെ പരസ്പരം മുഴക്കും. ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നാൽ എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും സകല കുംഭകോണങ്ങളെ പറ്റിയും അന്വേഷണം നടത്തും. കേരളത്തിലെ ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കും. ഇതറിയുന്നത് കൊണ്ട് ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ ബി.ജെ.പി. സർക്കാർ വരുന്നതിനെപ്പറ്റി ആലോചിച്ച് ഭയപ്പെടുന്നു. ഇന്നിവിടെ കൂടിയിട്ടുള്ള ഈ വലിയ ജനക്കൂട്ടം അവരുടെ മനസ്സുകളിൽ ഭയം സൃഷ്ടിക്കുകയാണ്. एनडीए सुहृदगढ़े चुनाव में पर्दे के पीछे